Hi friends, welcome back to Rinusdairy. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊക്കവട റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് പൊക്കവട തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിൽ പൊക്കവട തയ്യാറാക്കുമ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയി തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് കനം കുറച്ച് കട്ട് ചെയ്തതോട് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്ന മസാലപ്പൊടികളാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ജീരകവും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർക്കുമ്പോൾ കൂടി പോവണ്ട, ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ പിടി മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് നല്ല ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചീരൻ്റെ ഇല കട്ട് ചെയ്തതും കുറച്ച് മുരിങ്ങൻ്റെ ഇലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങൻ്റെ ഇല കട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒന്നിച്ച് ഇതിലാക്കിയിട്ടത് തന്നെയാണ്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി, മൈദപ്പൊടി, അതുപോലെ തന്നെ കടലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു കൈപ്പിടിക്കാണ് എടുത്തിട്ടുള്ളത്. എല്ലാം സെയിം അളവിന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കടലപ്പൊടി ഒരു ഇത്തിരിയും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ 3 പൊടികളും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത് ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ ഒരു ചെറിയൊരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊടികളൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ കൈവച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. നല്ല ടൈറ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ നേരടി കുഴക്കാന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ പൊടികളെല്ലാം നന്നായി മിക്സ് ആയാൽ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം നിങ്ങൾ നോക്കിയിട്ട് പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല പാകമാക്കി എടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു കട്ടിയിലാണ് കിട്ടേണ്ടത്. ഈ ഒരു രൂപത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായിട്ടാവും കിട്ടുക. അപ്പോൾ നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂല. ഈ ഒരു തിക്നെസ്സിൽ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതി. ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കുറേശ്ശെ ആയിട്ട് കോരിയിട്ട് കൊടുക്കാം. നന്നായി ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. വലിയ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കേണ്ട, ചെറിയ ഇതാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടെ കുക്കാക്കി എടുക്കാം. അപ്പോൾ പൊക്കവട മുഴുവനായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഫസ്റ്റ് പാർട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്, ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൊക്കവട മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ടേസ്റ്റിയും വ്യത്യസ്തമായിട്ടുള്ള പൊക്കവട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുമ്പോഴേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ പുതിയ വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം.